നല്ല പഞ്ഞി പോലുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി കണ്ടാലോ. മിക്സിയുടെ ജാർ എടുക്കുക, അതിലേക്ക് ഒരു മുട്ട, ഒരു കപ്പ് അളവിൽ മൈദ, 3/4 കപ്പ് അളവിൽ ചോറ്, 3/4 കപ്പ് അളവിൽ തേങ്ങ തിരകിയത്, അതുപോലെ തന്നെ നമ്മൾ ഏത് കപ്പാണോ എടുത്തേക്കുന്നത് ആ കപ്പിൽ 1/4 കപ്പ് അളവിൽ പഞ്ചസാര. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വെള്ളമാണ്, ഒഴിച്ചു കൊടുക്കുന്ന വെള്ളമാണ്. അത് ഒരു 3/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം കൂടിപ്പോൻ പാടില്ല കേട്ടോ. ഇനി ഒരു 3 ഏലക്കയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ പേസ്റ്റ് പോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഇത് കുറച്ചും കൂടെ ലൂസായി പോകുന്നതിന് കുറച്ച് മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് റെഡിയാക്കി എടുത്താൽ മതി. അതിനുശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ സാധനം മിക്സിയിൽ അരയ്ക്കുന്നു, ഒരു സോഡാപ്പൊടി മിക്സ് ചെയ്യുന്നു, അതേപോലെ ഉണ്ടാക്കുന്നത്. റെസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊന്നും വെക്കേണ്ട കേട്ടോ. ഇനി നല്ല എണ്ണ ചൂടാൻ വെക്കുക. അപ്പോൾ ഏത് എണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതേപോലെ നമ്മൾ ഈ ഒരു തവിയിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. കാരണം എൻ്റെ കയ്യിൽ ഉണ്ണിയപ്പച്ചട്ടിയിൽ, പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഉണ്ണിയപ്പച്ചട്ടി ഉണ്ടെങ്കിൽ അതിനകത്ത് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടൈം കൺസ്യൂമിങ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഇച്ചിരി ടാസ്ക്കാണ്, എന്നാലും ഭയങ്കര പാടൊന്നുമില്ല. നമ്മൾ ആദ്യം തന്നെ എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ഇതേപോലെ കുഞ്ഞ് തവി അതിനകത്ത് വെച്ച് കൊടുക്കുക. ഒരു 2 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു 3/4 ഭാഗം നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചു കൊടുത്ത് അതിന് തനിയെ പൊങ്ങി വരുന്ന കാണില്ലേ. അപ്പോൾ തനിയെ പൊങ്ങി വരും, അതൊന്ന് അങ്ങനെ തന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ കുലുക്കി കൊടുത്താൽ തന്നെ അതിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരും. അപ്പോൾ എല്ലാം നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ഉണ്ടാക്കാൻ. കാരണം അതിൻ്റെ ഉള്ളൊക്കെ നമുക്ക് നല്ലതുപോലെ വെന്ത് വരണമല്ലോ. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 2 സൈഡും അപ്പുറവും ഇപ്പുറവും തിരിച്ചും മറിച്ചിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു സ്നാക്സ് റെഡിയായി കിട്ടും. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ല. ആരെങ്കിലും ഇതിനു മുമ്പ് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. വളരെ സിമ്പിളായിട്ട് പെട്ടെന്നൊക്കെ ഗസ്റ്റൊക്കെ വീട്ടിൽ വരുവാണെങ്കിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. വേണമെങ്കിൽ നമുക്ക് ഉണ്ണിയപ്പം എന്നൊക്കെ പേരിട്ടൊക്കെ വിളിക്കാം. കാരണം ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു ഷേപ്പാണല്ലോ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഞാൻ 100% ഗ്യാരണ്ടിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ കൂടാതെ തന്നെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.